ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ ഈ ദിവസം ഇവിടെ തുടങ്ങുന്നത് ലിവോർണോ എന്നാണ്. ഇറ്റലിയിലെ ലിവോർണോ ഉണ്ട്. അതായത് ടുസ്കാനി റീജിയനിലാണ് ലിവോർണോ നിലനിൽക്കണം. അപ്പോൾ ഇവിടെ കുറെ ചർച്ചുകളുണ്ട്. പിന്നെ എൻ്റെ കൂടെ നമ്മുടെ ഫ്രണ്ട് വിജീഷ് ചേട്ടനും കൂടെ ഉണ്ട്. ഞങ്ങളപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ പറയാ, ജസ്റ്റ് ഈ സിറ്റി മാത്രം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നല്ലാതെ വേറൊന്നും സ്പെഷ്യലായിട്ടൊന്നുമില്ല വീഡിയോസിൽ കാഴ്ചകളായിട്ട്. പിസോ ടവറൊക്കെ ഇവിടെ അടുത്തുണ്ട്, പക്ഷെ അതിവിടെ നിന്ന് കുറച്ച് ലോങ് ഉണ്ട്. ഈ വെയിലത്ത് പോയി വരുന്നത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ഞാനിവിടെ എത്തുമ്പോൾ പിസോ ടവറിൻ്റെ കൂടെ ഞാൻ വീഡിയോസ് കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതല്ലേ ഫുഡ് ലോക്കർ ഉണ്ട്. ഷൂസ് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ ഇത് ഞാൻ ഇവിടുന്ന് ഈ ഷൂസ് അല്ല. ഇവിടെ ഒരു കത്തീഡ്രലൊക്കെ ഉണ്ട്. ഇവിടെ അതിന്റെ പുറകിലൊരു കത്തീഡ്രൽ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇതുപോലെ ഇറ്റലി ആർക്കിടെക്ചർ സ്റ്റൈലൊക്കെ വളരെ ഡിഫറെന്റ് ആണോ. നമ്മൾ ഈ ലിസ്ബണും പോർച്ചുഗലും സ്പെയിനിലും കണ്ട ഒരു ശൈലിയല്ല ഇവിടെ. ഇവിടെ ഒരു എച്ചാന വണ്ടി ഇതിനുള്ളിലേക്കാണ് ഇപ്പൊ കയറുന്നത്. ഇതാണ് ഇവിടുത്തെ ഇറ്റലി ലിവോണോയിലെ എച്ചാൻ്റെ. പ്രത്യേകിച്ചൊന്നുമില്ല. ജീഷ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞപ്പോ അങ്ങനെ കയറി വന്നതാണ്. ഇവിടെ H&M ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയാ, കൂടുതലും ഫോർമൽസ് ആണ്. പെൻസിനുള്ള കളക്ഷൻ ഞാൻ ശ്രദ്ധിച്ചു വന്നിരിക്കുന്നത്. ഒരുപാട് ബ്ലേസറിന്റെ കളക്ഷനും പിന്നെ അതുപോലെ കാഷ്വലായിട്ട് നമുക്ക് എന്താ പറയാ അങ്ങനെയുണ്ട്. കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ളതുണ്ട്. പക്ഷെ ഫോർമൽസ് തന്നെയാണ് കൂടുതലും. നമുക്ക് ഈ പ്രൈമാർക്കിലൊക്കെ പോയ കുറച്ച് നല്ല രീതിയിൽ ഒരുപാട് കളക്ഷൻ പല സ്റ്റൈലിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കിഡ് സെക്ഷൻ ആണോ. രജിസ്റ്ററിന് വേണ്ടി ഇപ്പോൾ മക്കൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് പുറത്തിറങ്ങാം കേട്ടോ. അപ്പൊ ഇനിയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ ചർച്ചിലേക്ക് ഒന്ന് എന്തായാലും നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി അടുത്തത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം സാറയിലേക്ക് കേട്ടോ. സാറ ഇത് എവിടെ തന്നെ ഉണ്ട്. എന്തായാലും സാറയിലെ വൈഫൈ എനിക്ക് യൂസ് ചെയ്യണം. അതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ അത് വളരെ കുറച്ച്. നമ്മള് അന്ന് ഇതുപോലെ സാറേ കയറി ഉണ്ടായിരുന്നു. എവിടെ പറയാം, ബാഴ്സലോണയില് നമ്മുടെ മൊറോക്കൻ അബ്ദുമായിട്ട്. അപ്പോ അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ വിജീഷന്റെ കൂടെ പോയിരുന്നു അവിടെ. ഇപ്പോഴത്തെ പെർഫ്യൂം നല്ല അടിപൊളിയുണ്ടാവും ബ്രാൻഡ്. ഞാൻ അന്ന് അത് നോക്കിയതാണ്. എന്തായാലും ഇവിടെ നിന്ന് കയറി കുറച്ച് നോക്കാം. ഇവിടെ എന്താ പറയാ, ഇത് ജെൻസിന്റെ കളക്ഷനാണ്. ഇവിടെയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. പെർഫ്യൂം എവിടെ, ആ സൈഡ് അവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ പെർഫ്യൂമിന്റെ സെക്ഷൻ കണ്ടുപിടിച്ചിരിക്കട്ടോ. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ, ബോഗോസ്. ഇത് അത്യാവശ്യം നല്ല പെർഫ്യൂം ഉണ്ടാവും സാറുടെ. പിന്നെ അതേപോലെ തന്നെ ആംബർ ഇവിടെ കാണാനില്ല കേട്ടോ. പക്ഷെ എനിക്ക് അത്യാവശ്യം അത് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ആണുങ്ങളുടെ അങ്ങനെ ഇവിടുത്തെ പരിപാടികളും അവസാനിപ്പിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ പറയാ വലിയ റെസ്റ്റോറന്റിന്റെ തിരക്കുകളും. നമ്മൾ കഴിഞ്ഞ സ്പെയിനും പോർത്തുഗലൊക്കെ പോയപ്പോൾ തിരതല്ലായിരുന്നു സത്യം പറഞ്ഞ റെസ്റ്റോറൻറ്റ്സിന്റെയും കഫേയുടെയും. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ വളരെ ഫ്രീ ആണ് ഈ സ്പേസുകളൊക്കെ. അങ്ങനെ എന്താ പറയാ, റെസ്റ്റോറന്റും കഫേസൊക്കെ ഇതുപോലെ സ്ട്രീറ്റിലൊക്കെ ഉണ്ടെങ്കിലും തിരക്കില്ല. കാരണം അത്രയും വെയിലും ഉണ്ട്. പിന്നെ അത്ര എന്താ പറയാ, ഒരു സിറ്റി സ്പേസ് ആയതുകൊണ്ട് അധികം ടൂറിസ്റ്റുകൾ ഇവിടെ കാണാം. ഇവിടെ നിന്ന് എല്ലാവരും പോണത് അങ്ങോട്ടാണ്, പിസോ ടവറിലേക്ക്. അതൊരു 30 കിലോമീറ്ററോളം ഉണ്ട് സത്യം പറഞ്ഞാൽ പിസോ ടവറിലേക്ക്. അവിടെ അല്ലേ മെക്ഡൊണാൾഡ്.
ഇവിടെ കുറെ ജ്വല്ലറിയുടെ ഒക്കെ കളക്ഷൻസ് ഒക്കെയാണ് ഈ സൈഡും. പിന്നെ ഉണ്ടല്ലോ ഇതുപോലെയാണ് എല്ലാ ബിൽഡിങ്ങുകളും ഈ കവാടം പോലുള്ള സ്പേസുകളാണ് ഇവിടെ. നമ്മളൊരു ഐസ്ക്രീം ഷോപ്പ് ഒക്കെ ഉണ്ട്. ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞത് വിജി ഷേട്ടന്റെ കുറച്ച് ചെലവാണ്. ഒരു ചോക്ലേറ്റും വിജി ഷേട്ടൻ സ്ട്രോബെറിയും വൺ ചോക്ലേറ്റും. ഡോളിൻ എന്നുള്ള ഒരു പേരുള്ള ഒരു ഐസ്ക്രീം ഷോപ്പാണ്. പക്ഷെ എത്ര ഭംഗിയായിട്ട് ഇവർ ഇവിടെ ഉണ്ട് ഐസ്ക്രീമുകൾ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നല്ല ടെമ്പറേച്ചറിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും ഇവിടെ. അല്ലെങ്കിൽ ഈ ചൂടത്തൊക്കെ ഇത് സത്യം പറഞ്ഞ് മെൽറ്റായിട്ട് പോകേണ്ട സമയം എന്താ കഴിയും. താങ്ക് യു. ഞാൻ സത്യം പറഞ്ഞ ഐസ്ക്രീം കഴിക്കൽ പൊതുവെ കുറവാട്ടോ. പക്ഷെ ആദ്യമായിട്ട് വിശേഷം പുറത്ത് വന്നപ്പോൾ എന്താ കഴിക്കണം, മധുരം കഴിക്കണത് വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ. ഫിറ്റ്നസിന് എന്താ പറയാ ഡയറ്റും കാര്യങ്ങളും നോക്കണത് കൊണ്ട് എപ്പോഴെങ്കിലും മാസത്തിൽ ഒരിക്കലേക്കാണ് സത്യം പറഞ്ഞാൽ മധുരം കഴിക്കാറ്. അപ്പോൾ ഇന്നെന്തായാലും ഒന്നാവുക. എന്തായാലും ഇനി ചർച്ചിലൊക്കെ പോകണം, അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഐസ്ക്രീം ഷോപ്പ് ഇവര് ഓപ്പൺ ചെയ്ത്, അതായത് ബാറും അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബാറാണ് സത്യം പറഞ്ഞത്. ഈ ബാറിൽ തന്നെയാണ് ഈ ഐസ്ക്രീം ഷോപ്പ്. നമ്മുടെ നാട്ടിലൊക്കെയാണ് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും നാട്ടുകാരുടെയും, അല്ലെ? ഒരു ബിവറേജിൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ ചുറ്റുപാടൊക്കെ. താറയും അതേപോലെ തന്നെ അപ്പുറത്തെ ആപ്പിളുള്ള ഒരു ഷോറൂം കൂടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ്, ഈ ഒരു സർക്കിളില്. ഏതാണ്? ബാറ്റയുടെ ഫുഡ്സിന്റെ ബാറ്റയുടെ പക്ഷെ നല്ല ക്വാളിറ്റിയാണ് ചെരുപ്പുകളൊക്കെ. അവര് എന്താ പറയാ ഫുഡ് ബ്രാൻഡ് എല്ലാവിടെയും വേൾഡ് വൈഡ് ഫേമസ് ആണല്ലോ. ഇതെവിടെ ആപ്പിൾ ക്ലോസ് എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ സെന്റർ ഉണ്ടോ, ഈ ഇവിടുത്തെ കത്തീഡ്രലും കത്രീഡയിൽ ദി ലിവോർണോ ഇവിടെ തന്നെയുണ്ട്. ഈ സെന്ററിൽ തന്നെയാണ് ഈ കത്തീഡ്രൽ ഇവർ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇവിടെ എങ്ങനെയാ ശൈലി എന്ന് അറിയില്ല. ഇറ്റലിയിൽ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ രാജ്യത്തും സ്പെയിനിലും പോർത്തുഗലിലൊക്കെ നമ്മൾ ചർച്ച ഒരുപാട് എക്സ്പ്ലോർ ചെയ്താണ്. ഇവിടെ ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. ശൈലി വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. അത്യാവശ്യം ഉള്ളിൽ എന്താ പറയാ ഈ ഡോറൊക്കെ കണ്ടോ, എന്തോ കൊത്തുപണികളൊക്കെ ഈ ഡോറിൽ ഉടങ്ങിയിട്ടുണ്ട്. താങ്ക് യു. ഇത് വളരെ ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ സ്റ്റൈലുകൾ കണ്ടോ, ഒരു ഇറ്റാലിയൻ ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഇവിടേക്ക് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് ഇവിടെ. ഇറ്റലിയിലെ ലിവർണോയിലെ പ്രധാന ആരാധനാലയവും പള്ളിയുമാണ് ലാ കാറ്റഡ്രൽ ഡി സാൻ ഫ്രാൻസിസ്കോ. 16ാം നൂറ്റാണ്ടിൽ മെഡിസിയുടെ ഉത്തരവനുസരിച്ച് നിർമ്മിച്ച പെന്റഗൺ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള പ്ലാസ ഗ്രാൻഡയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇവിടെ ഇത് കണ്ടോ, ഇത് മാർബിൾ ആണ് കേട്ടോ. ഇറ്റാലിയൻ മാർബിളിന് വളരെ പ്രത്യേകതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇത് കറങ്ങോ? ഇല്ല, കറങ്ങില്ല. അത് മാർബിളിൽ വരെ ഇവിടെ ഇത് നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് എന്താ ഇതിനെ പറയാ, നാട്ടിൽ ഉരുളിയായിരിക്കും അമ്പലങ്ങളൊക്കെ കാണാം. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കുറച്ച് സംഘങ്ങളെ കണ്ടുകിട്ടിയത്. ശരിയാണോ? ഞാൻ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ ഫെബിൻ ഇത് അവിടെ ഉണ്ട്. പിന്നെ അവിടെ കുറെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. നീ എന്നാണ് എന്നെ കുറിച്ച് പറഞ്ഞത്? അല്ല, അതെന്താ ഞാൻ പറഞ്ഞത്? ഇല്ലടാ, മറ്റേ നമ്മളെന്തോ പർച്ചേസ് ചെയ്യാൻ വന്നിട്ട് ഓർമ്മയുണ്ടോ അവിടെ സൗത്ത് ആംപ്ടണിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അതിന്റെ ഇവിടെ വിഷ്ണുവേട്ടനുണ്ട്, പിന്നെ അപ്പുറത്ത് അനുപേട്ടനുണ്ട്. ഇതാ ഈ വിഷ്ണുണ്ട്, പിന്നെ എല്ലാവർക്കും അറിയാം. ഹായ്.
അപ്പോൾ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങണം. പ്ലാസ ഗ്രാൻഡ്, ഈ ടവറിൻ്റെ പേര്, സോറി ടവറല്ല, ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേരാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലുണ്ട്, നല്ല ചൂടും. ഇറ്റലിയിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, എന്താ പറയുക, സമ്മറാണ് ഇവിടെ. എവിടെയാണ് സ്പെയിനിലും ഇറ്റലിയിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ചൂട് തന്നെയാണ് ഇപ്പോഴത്തെ. അവിടെ നിന്ന് കയറിയിടുക ഫാമിലോ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്, ഇവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഒരുപാട് രാസലായനികൾ നമുക്കിവിടെ കാണാൻ പറ്റും. മത്സരത്തിലെ വണ്ടി ഉണ്ടോ എന്താ അല്ലേ, അതിൻ്റെ ബോഡി മറ്റേ ഫിനിഷ് ചെയ്തിരിക്കണം നോക്ക്, അടിപൊളി പെയിൻറ്റിങ് ആണ്. പക്ഷേ ആ കളർ നല്ല ഭംഗിയുണ്ട് കാണാനും. ഫാർമസിയ കമ്മ്യൂണെ ഗ്രാൻഡ്. ഗൈസ്, ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ കേട്ടോ. ഇനി പുതിയ കുറച്ച് വിശേഷങ്ങളും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും പുതിയൊരു സ്ഥലത്ത് നിന്ന്, ഇറ്റലിയിൽ തന്നെ. അപ്പോൾ ഇതിലെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾ ആസ്വദിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.